വളരെ ശക്തമായ രീതിയിലാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ശക്തി S-400ന്റെ ശക്തി, നമ്മളതിനെ സുദർശന ചക്രം എന്നാണ് വിളിക്കുന്നത്. ഏത് ആക്രമണങ്ങളെയും, ഏത് മിസൈൽ, ഡ്രോൺ, ഷെൽ ആക്രമണത്തെയും തടഞ്ഞു നിർത്തുവാൻ സാധിക്കുന്ന S-400, റഷ്യൻ നിർമ്മിത S-400 ആണ് ഇന്ത്യക്കുള്ളത്. അതിൽ തട്ടി പാകിസ്ഥാന്റെ ആക്രമണം നിർവീര്യമാവുകയാണ്. ഒരേ സമയത്ത് തന്നെ എതിരാളിയുടെ മിസൈലുകളെയും ഡ്രോണുകളെയും ടാർഗറ്റ് ചെയ്യാനും അവ നിർവീര്യമാക്കുവാനും തിരിച്ച് മിസൈലുകൾ പായിക്കുവാനും ശക്തിയുള്ള S-400, അതാണ് ഇന്ത്യയുടെ ശക്തി. അതിൽ തട്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ നിർവീര്യമായി കൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 15 കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട പാകിസ്ഥാൻ ഇന്ന് ജമ്മുവിലും പത്താൻകോട്ടിലുമൊക്കെയാണ് ആക്രമണം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ സമയത്ത് നടക്കുന്നത് ജമ്മുവിന് നേരെ പാകിസ്ഥാന്റെ ആക്രമണം എയർബേസിൽ, ഒപ്പം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നഗര കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്തൻകോട്ട്, കുപ്വാര, സാംബ എന്നിവിടങ്ങളിലും ഷെല്ലാക്രമണങ്ങളും ഒപ്പം മിസൈലുകളും എത്തിയ സാഹചര്യമാണ്. ഇതെല്ലാം നിർവീര്യമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. കൂടുതൽ ആക്രമണങ്ങളിലേക്ക് അപ്പോഴും പാകിസ്ഥാൻ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അങ്ങനെയാണോ മനു മനസ്സിലാക്കേണ്ടത്? ഇത് ഡിഫൻസ് സിസ്റ്റം ഇത്രയും ആക്ടിവേറ്റ് ആയി നിൽക്കുമ്പോഴും പാകിസ്ഥാൻ ഇതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണോ? ഈ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ അറ്റാക്കുകൾ നടക്കുന്നു, അത് തുടരുന്നു എന്നുകൂടിയാണോ? യെസ് അപർണ, എയർ സൈറണുകൾ ജമ്മുവിൻ്റെ മറ്റു മേഖലകളിലും മുഴങ്ങുന്നു. എല്ലായിടത്തും അതീവ ജാഗ്രത പുലർത്താനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്ക് ഈ ആർട്ടിലറി ഫയറിങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു. ജമ്മുവിൽ ഈ 8 മിസൈലുകൾ വന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ S-400 സിസ്റ്റം ആക്ടിവേറ്റായി ശക്തമായി പ്രതിരോധിക്കുന്നു. പത്താൻകോട്ട് മുതൽ അഖ്നൂർ വരെയുള്ള പ്രദേശങ്ങളിലേക്കാണ് ഈ ആക്രമണം നടക്കുന്നത്. ഇന്റർനാഷണൽ ബോർഡറിൽ ആകെ മൊത്തം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനപരമായ നീക്കം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ജമ്മു എയർപോർട്ടിൽ ലക്ഷ്യമാക്കിയും മറ്റ് കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും 8 മിസൈലുകൾ വന്നു. F-16 എയർ ജെറ്റ് വിമാനങ്ങൾ രംഗത്തിറക്കിയാണ് പാകിസ്ഥാന്റെ ആക്രമണം എന്നതുകൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ജമ്മു, പത്താൻകോട്ട്, സാംബ, കുപ്വാര എന്നിവിടങ്ങളിൽ നടക്കുന്ന ഷെൽ ആക്രമണങ്ങളുടെ വിവരങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരികയാണ്. ഇത് ഏത് തരത്തിൽ പ്രതിരോധിക്കും എന്നത് കൂടുതൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു. F-16 വിമാനങ്ങൾ രംഗത്തിറക്കി എന്നത് ഇന്ത്യ വളരെ ഗൗരവത്തിൽ എടുക്കുമെന്നാണ് സ്വാഭാവികമായും കരുതേണ്ടത്. ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളെ പ്രതിരോധിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. चुप करो मम्मी. പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഇന്ത്യ നിർവീര്യമാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതുവരെ ഒരിടത്തും ഡ്രോണുകൾ പായിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പാകിസ്ഥാന്. നിലം തൊടാൻ അനുവദിക്കാതെ അവയെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം എന്ന പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ എന്ത് സംഭവിച്ചോ അത് തന്നെ ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ. വീണ്ടും ഇരന്നു വാങ്ങിക്കുകയാണ് കാര്യങ്ങൾ. ഇന്നലെ രാത്രി നടത്തിയ ആക്രമണത്തിന് പകരമായിട്ട് ഇന്ത്യ ലാഹോർ വരെ കയറി അടിച്ചതാണ്. അത് വീണ്ടും പാകിസ്ഥാൻ പ്രകോപിപ്പിക്കുകയാണ് ഇന്ത്യയെ. അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യയുടെ അടുത്ത ആക്രമണം എന്തായിരിക്കുമെന്ന് പാകിസ്ഥാൻ അറിയാൻ പോകുന്നതേയുള്ളൂ. ഇതാണ് തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള തുടർച്ചയായ മിസൈൽ ഷെൽ ആക്രമണം, ആർട്ടിലറി ഷെൽ ആക്രമണം, ഒപ്പം മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ പായിച്ചുകൊണ്ടിരിക്കുകയാണ്. ജമ്മുവിലാണ് ഈ ആക്രമണം. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം കൂടിയാണ് പാകിസ്ഥാൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെയാണ് ഇന്ത്യയുടെ ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ സുദർശന ചക്രം എന്നാണ് അറിയപ്പെടുന്നത്. റഷ്യൻ നിർമ്മിത S-400 ആണ് ഇന്ത്യക്കുള്ളത്. ഇന്നലെ രാത്രി അതിന്റെ ശക്തി പാകിസ്ഥാൻ അനുഭവിച്ചതാണ്. ഇന്ന് വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പക്ഷേ ഇന്ത്യയുടെ ശക്തിക്ക് മുന്നിൽ പാകിസ്ഥാന് തോറ്റോടേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഇതിന് പാകിസ്ഥാൻ വീണ്ടും ഇത്തരം പ്രകോപനവുമായി രംഗത്തെത്തുന്നത് എന്നാണ്. ഒരടി പാകിസ്ഥാന് കിട്ടിയതാണ്, പക്ഷേ വീണ്ടും അതിർത്തിയിൽ ഷെല്ലുകളും മിസൈലുകളും ഡ്രോണുകളും പായിക്കുകയാണ് ഇപ്പോഴും പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിനുള്ള മറുപടി തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതാണ്. അതായത് ഈ തരത്തിലാണ് പാകിസ്ഥാന്റെ നിലപാട്. അതിൽ നിന്ന് പാകിസ്ഥാൻ മാറുകയില്ല. കൂടുതൽ തീവ്രവാദ ആക്രമണങ്ങളിലേക്ക് പാകിസ്ഥാൻ കടക്കും. അതിനുള്ള
മറുപടിയാണ്. തുടക്കം മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞത് കൃത്യമാവുകയാണ്. അതാണ് വ്യക്തമാകുന്നത്, അതാണ് പ്രൂവ് ആകുന്നത്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഉഭയകക്ഷി ചർച്ചകൾക്കൊന്നും സാധ്യതയില്ല എന്ന് ഇന്ത്യ പലതവണ ആവർത്തിച്ചത് ഈ നെറികെട്ട ആക്രമണ പാതയിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറാത്തത് കൊണ്ട് തന്നെയാണ്. ജമ്മുവിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ജനങ്ങൾ ആശങ്കയിലാണ് എന്നുള്ള തരത്തിലുള്ള ട്വീറ്റുകൾ വരുന്നുണ്ട്. അപ്പോഴും ഇന്ത്യൻ സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസമാണ്. ഒരു മിസൈലിന് പോലും ഒരാളെയും തൊടാൻ കഴിയാത്ത രീതിയിൽ അതിനെ നിർവീര്യമാക്കാൻ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നു എന്നതിന്റെ അടുത്ത ഉദാഹരണമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരെ, സിവിലിയൻസിന് നേരെയാണ് പാകിസ്ഥാന്റെ ഈ ആക്രമണം ജമ്മുവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പാകിസ്ഥാൻ എപ്പോഴും അങ്ങനെയാണ്, സാധാരണക്കാരെ ആക്രമിക്കുവാനാണ്, സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തുവാനാണ് പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. അല്ലെങ്കിൽ മിലിറ്ററി ടാർഗറ്റുകളാണ് പാകിസ്ഥാൻ എപ്പോഴും ആക്രമണം നടത്തുവാൻ തെരഞ്ഞെടുക്കുന്നത്. ഇന്നലെ രാത്രി അത്തരം സൈനിക കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തു. ഒപ്പം ഷെല്ലാക്രമണത്തിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരായ ഗ്രാമീണരെ പാകിസ്ഥാൻ കൊന്നു. അതിന് പകരമായിട്ട് ലാഹോർ വരെ മിസൈൽ എത്തിക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തത്. ലാഹോറിലേക്ക് ഇനിയൊരു മിസൈൽ ഇന്ത്യ പായിച്ചാൽ അതിനെ കണ്ടെത്താൻ പോലും പാകിസ്ഥാന് കഴിയില്ല. കാരണം പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ലാഹോറിലെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും പ്രകോപനവുമായി പാകിസ്ഥാൻ എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അത് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയിലേക്ക് പായിക്കുകയാണ്, ജമ്മുവിലേക്ക് പായിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനു, പ്രത്യാക്രമണവും പ്രതിരോധവും കൊണ്ട് മാത്രമാകില്ല, അതിൽ നിൽക്കുകയില്ല ഇന്ത്യ. അല്ലെങ്കിൽ ഇനി കൊടുക്കും, നമ്മുടെ സീറോ ടോളറൻസും കഴിഞ്ഞു, ഇനി കൊടുക്കും മറുപടി എന്നുള്ള സൂചന നേരത്തെ രാജ്നാഥ് സിംഗിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കേണ്ടി വരും. ഈ തരത്തിൽ മൾട്ടിപ്പിൾ അറ്റാക്കുകൾ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തുമ്പോൾ അതാണോ ഇനിയുള്ള മണിക്കൂറുകൾ പ്രതീക്ഷിക്കുന്നത്? കാര്യം കൂടിയുള്ളത്, ഇപ്പോൾ കൂടുതൽ ട്വീറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്തെ ജനങ്ങൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ട്വീറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്ന കാര്യം, ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നാണ്. ഇന്ത്യസ് എയർ ഡിഫൻസ് സിസ്റ്റം ഈസ് ഇന്റർസെപ്റ്റിംഗ് ഓൾ ഓഫ് ദം എന്നാണ് പറയുന്നത്. ദൃക്സാക്ഷികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കേൾക്കുന്ന ശബ്ദങ്ങൾ പോലും അവർ പറയുകയാണ്, ദ സൗണ്ട് യു ആർ ഹിയറിംഗ് ഈസ് ഓഫ് ഇന്റർസെപ്ഷൻ, ഡോണ്ട് പാനിക് എന്നാണ് അവിടെ നിന്നുള്ള ട്വീറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ തട്ടി തകർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പാകിസ്ഥാൻ ഡ്രോണുകളുടെ ഇന്ത്യയിലേക്കുള്ള വരവിനെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം, ഇന്ത്യയുടെ S-400 തകർത്ത് തരിപ്പണമാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേ സേഫ് എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ലാഹോറിലേക്ക് ഇന്നലെ വിട്ട കാര്യം, ഇന്നലെ ലാഹോറിൽ അടിച്ച കാര്യം പാകിസ്ഥാൻ അറിയാമല്ലോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മനു, യെസ് മഞ്ജുഷ്, ഇപ്പോൾ സംബ, ആർഎസ്പുര, ആർണിയ അതിൻ്റെ പരിസരത്തുള്ള പ്രദേശങ്ങളിലേക്കാണ് മിസൈലുകൾ വന്നത് എന്നതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നു. 8 മിസൈലുകൾ തൊടുത്തു എന്നാണ്. F-16 വിമാനം ത്തിൽ നിന്ന് ഉള്ള അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ലോയിറ്ററിംഗ് മ്യൂണിഷൻസ് ജമ്മുവിലേക്ക് വരുന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും ശക്തമായി പ്രതിരോധിക്കുകയും എല്ലാം നിർവീര്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാന്റെ F-16 വിമാനത്തിന് നേരെ ഇന്ത്യൻ ആക്രമണം ഉണ്ടായതായി പറയുന്നു. സർഗോദയിൽ നിന്നാണ് ഈ വിമാനം പുറപ്പെട്ടത്. അവിടെയാണ് ആക്രമണം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. സർഗോദയിൽ ഇതിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായ ആളപായമൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല എന്നത് ഏറ്റവും ഒരു സമാധാനമായി നിൽക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രകോപനം തുടരുകയാണെങ്കിൽ, ആളപായമില്ല എന്നത് ആശ്വാസം പകരുമ്പോഴും ഈ പ്രകോപനം തുടരുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എൻ്റയർ ജമ്മു ബ്ലാക്ക് ഔട്ടിലേക്ക് നീങ്ങുന്നു. പത്താൻകോട്ടിലും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പത്താൻകോട്ടിൽ നിന്നുള്ള അവിടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഒരു കാഷ്വാലിറ്റിയും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ പ്രോജക്ടൈൽസും വെടിവെച്ച് താഴെയിട്ടു എന്ന് സൈന്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പാക് ഡ്രോൺസ് എല്ലാം നിർവീര്യമാക്കി ഡിഫ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. പത്താൻകോട്ട് എയർബേസിലും ജമ്മു എയർപോർട്ടിലും നടന്ന ആക്രമണങ്ങൾക്ക് ഒന്നും ഫലം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. ഇന്ത്യയുടെ S-400 എന്ന സംവിധാനത്തിൻ്റെ ഏറ്റവും മികമാർന്ന പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത് എന്ന് മനസ്സിലാകുന്നു. എയർ ഡിഫൻസ് ഗൺസ് എല്ലാം തടയാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നതാണ് വരുന്നത്. ഡ്രോൺ ആക്രമണങ്ങൾ പക്ഷേ തുടർന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ്. രാജ്യത്ത്
മനു, പിന്നെയും അതായത് ഉദ്ധംപൂർ, അഖ്നൂർ, അങ്ങനെ കൂടുതൽ സ്ഥലങ്ങളുടെ പേരുകളും കൂടെ ട്വീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് തന്നെ കൂടുതൽ സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഇന്നലെ രാത്രി നടത്തിയതിന് ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. ഇന്നലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നുവെങ്കിൽ ഇന്ന് മറ്റ് തന്ത്രപ്രധാന സ്ഥാപനങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ സിവിലിയൻസിന് നേരെയും സാധാരണക്കാർക്ക് നേരെയുമാണ് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇന്നലെ എന്ത് സംഭവിച്ചോ അതേ രീതിയിൽ തന്നെ ഇന്ത്യ അതിനെ നിർവീര്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജമ്മുവിലൊക്കെ ഇന്നലെയും ആക്രമണം നടത്തിയിരുന്നു, പാകിസ്ഥാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. MG മിഥുൻ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. മിഥുൻ, എന്താണ് പുതിയ അപ്ഡേറ്റ്സുകൾ, എന്തൊക്കെയാണുള്ളത്? ഉദ്ധംപൂരിലും ആക്രമണ ശ്രമമാണല്ലോ. മഞ്ജുഷ്, 12 ഇടങ്ങളിലാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അത് തടയാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ജമ്മുവിന് പുറമെ, ജമ്മു ആൻഡ് കാശ്മീരിന് പുറമെ പഞ്ചാബിലും രാജസ്ഥാനിലും ഇതേ സമാനമായ രീതിയിലുള്ള സാഹചര്യമാണ് ഉള്ളിടത്തിരിക്കുന്നത്. അവിടെയും ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരത്തിൽ 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ നമുക്കറിയാം, ഇന്ന് രാവിലെ ഇന്നലെ വൈകിട്ടോളം ഇത്തരത്തിൽ 15 മിസൈലുകൾ അയച്ചത് ഈ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. പഞ്ചാബ്, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ഒപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീർ, ഗുജറാത്ത് ഈ തുടങ്ങിയ 5 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും മിസൈൽ ആക്രമണം ഉണ്ടായത്. അതേ സമാന സാഹചര്യം ഇന്നും ഉണ്ടാകുന്നു. ജമ്മുവിൽ ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. സാംബയിലാണ് ഏറ്റവും വലിയ കടുത്ത ഷെല്ലാക്രമണം നടക്കുന്നത്. അത് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പാകിസ്ഥാന്റെ ഓരോ ആക്രമണത്തെയും ചെറുക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ വജ്രായുധം സുദർശൻ ചക്ര ഉപയോഗിച്ചുകൊണ്ട് S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് 8 മിസൈലുകളും ഇപ്പോൾ തകർക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നു. ഒപ്പം തന്നെ ജമ്മു, പത്താൻകോട്ട്, സാംബ, കുപ്വാര, ഉദ്ധംപൂർ, അക്വാര അടക്കമുള്ള മേഖലകളിലും അതിശക്തമായ ഷെല്ലാക്രമണമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അഖ്നൂർ അടക്കമുള്ള മേഖലകളിലും സമാന സാഹചര്യം ഉടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആർട്ടിലറി ഫയറിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനെ അവന്ത്പുരയിലൊക്കെ പ്രയോഗിച്ച പോലുള്ള സ്വാം ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചെന്ന് പറയുന്നു. അതായത് കൃത്യമായിട്ട് സുദർശൻ ചക്ര അരിഞ്ഞ് വീഴ്ത്തിയ അതേ കാറ്റഗറി അതാണ് ഈ 12 കേന്ദ്രങ്ങളിലും പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം സുദർശൻ ചക്രയുടെ ആദ്യമായാണ് നമ്മൾ ഇത്തരത്തിലൊരു സംവിധാനം ഉപയോഗിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. 2018 ഇത് ഇന്ത്യയുടെ ഭാഗമാകുന്നത്. റഷ്യയുടെ സംവിധാനമാണ്. അത് ഫലപ്രദമായി ഇന്ത്യക്ക് ഉപയോഗിക്കാൻ സാധിച്ചിരിക്കുന്നു. അത് പാകിസ്ഥാന്റെ ഓരോ ആക്രമണങ്ങളെ ചെറുക്കാൻ ഈ സുദർശൻ ചക്ര S-400 കൊണ്ട് നമുക്ക് സാധ്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതുവരെയുള്ള എല്ലാ ആക്രമണങ്ങളും നമുക്ക് ചെറുക്കാൻ സാധിച്ചിരിക്കുന്നു. 12 ഇടങ്ങളിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായത്. അവയെല്ലാം തന്നെ നമുക്ക് അരിഞ്ഞു വീഴ്ത്താൻ സാധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഷെല്ലാക്രമണം പലയിടങ്ങളിലും തുടരുന്നു. മിസൈൽ ആക്രമണമുണ്ട്. ഒപ്പം തന്നെ ഡ്രോൺ ആക്രമണം നടക്കുന്ന അതിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഡ്രോൺ ആക്രമണത്തിന്റെയും മിസൈലുകൾ ജമ്മു എയർപോർട്ട് കേന്ദ്രീകരിച്ച് മിസൈലുകൾ അയച്ചതിന്റെ തൊടുത്തതിന്റെ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അത് പൂർണ്ണമായും നിർവീര്യമാക്കാൻ, അത് ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പ്രകോപനം തുടർന്നാൽ അതേ നാണയത്തിൽ അതിനു മുകളിലായി വീണ്ടും തിരിച്ചടി നൽകുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചതിന് മണിക്കൂറുകൾ ആവുന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ വീണ്ടും പ്രകോപനം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമ്പോൾ ഇതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കേണ്ടി വരും. ഇന്ന് വിദേശ മന്ത്രാലയം ഇക്കാര്യം കൃത്യമായിട്ട് തന്നെ മുന്നറിയിപ്പായിട്ട് നൽകിയതാണ്. ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഭീകരരെ മാത്രമാണ്, പക്ഷേ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ജനതയെയും ഇന്ത്യൻ സൈനികരെയുമാണ്. അത് നടക്കില്ല എന്ന് ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത് ഇന്ത്യ നിർവീര്യമാക്കിയിരുന്നു. ഇന്ന് രാവിലെ അതിന് പകരമായിട്ടും അതുകൂടാതെ അതിർത്തിയിൽ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യയുടെ പാവപ്പെട്ട ഗ്രാമീണരെ കൊലപ്പെടുത്തിയതിലുമുള്ള മറുപടി ഇന്ത്യ നൽകിയതാണ്. ലാഹോറിൽ 3 ഇടത്താണ് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത്.